ഈ മെയ് മാസത്തിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. അതായത് ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏതാണ്ട് 70ഓളം ദിവസങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ 70+ ദിവസങ്ങളായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. ഈ 70 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം. മക്കളെ, ഒരു ചെറിയ എക്സാം അല്ല, ആദ്യമേ ഞാൻ പറയാം. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 4000 നിയമനം നടക്കുന്ന മറ്റൊരു ഡിഗ്രി ലെവൽ എക്സാം വേറെ ഇല്ല. PSCയുടെ ഭാഗത്ത് നിന്നില്ല. ബാക്കി ഉള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാമും കൂടെ എണ്ണിപ്പറക്കി എടുത്താൽ പോലും, എല്ലാം കൂടെ ചേർത്തെടുത്താൽ പോലും 1500 നിയമനങ്ങൾ മാത്രം നടക്കുമ്പോൾ അത്ര പോലും പോകത്തില്ല. പക്ഷെ ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 നമുക്കൊരു 4000+ നിയമനങ്ങൾ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഇതേപോലെ ഒരു അവസരം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ ഈ 70 ദിവസങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ആ 70 ദിവസങ്ങളിൽ പക്കയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകണം. അതേപോലെ തന്നെ നമുക്കൊരു റിവിഷൻ പ്ലാനും സെറ്റ് ആയിട്ടുള്ള, ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യാതെയുള്ള. അപ്പോൾ ഞാൻ ഈ ഡീവിയേഷൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പ്ലാൻ ഉണ്ടാക്കാൻ ആർക്കും പറ്റും. ചിലപ്പോൾ ഒരു ദിവസം അത് എക്സിക്യൂട്ട് ചെയ്യാനും എല്ലാവർക്കും പറ്റും. പക്ഷേ ഈ 70 ദിവസവും കൃത്യമായിട്ട് ഒരു പ്ലാൻ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ ഉറച്ചു നിന്ന് അതിൽ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ, അതാണ് ഏറ്റവും വലിയ പാട്. അവിടെയാണ് ഹാർഡ് വർക്ക് എന്നൊരു സാധനം വേണ്ടത്. നമുക്ക് 70 ദിവസത്തേക്കുള്ള ഒരു അടിപൊളി റിവിഷൻ പ്ലാൻ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ നോക്കാം. നമുക്ക് ഓരോ ദിവസമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്താണ് റിവിഷന്റെ പ്രാധാന്യം വരുന്നത്, എന്തുകൊണ്ട് നമ്മൾ റിവിഷൻ ചെയ്യണം. ഓക്കെ, മനുഷ്യരാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മറവിയാണ്. എല്ലാം മറന്നു. ഓക്കെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സാധനം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വായിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് ഒന്നും കാണത്തില്ല, എല്ലാം നമ്മൾ വിട്ടു. അപ്പൊ അത്രയും നമ്മൾ പഠിച്ചത് വെറുതെ ആയി പോകും റിവിഷൻ കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ റിവിഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ ഒരു ഒരേക്കർ സ്ഥലം ഒറ്റയ്ക്ക് നിന്ന് വൃത്തിയാക്കുകയാണെന്ന് സങ്കല്പിച്ചോ. ഒറ്റയ്ക്ക് നിന്ന് ഒരു 50 ദിവസം കൊണ്ട് വൃത്തിയാക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ദിവസം കുറച്ച് ഭാഗം വൃത്തിയാക്കി, രണ്ടാമത്തെ ദിവസം കുറച്ച് ഭാഗം വൃത്തിയാക്കി, അങ്ങനെ 50ാമത്തെ ദിവസം അങ്ങറ്റം എത്തുമ്പോൾ നിങ്ങൾ തിരിച്ച് ഫസ്റ്റ് ദിവസം നോക്കിയാൽ, അല്ലെങ്കിൽ തിരിഞ്ഞൊന്ന് നോക്കിയാൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ ദിവസങ്ങൾ നിങ്ങൾ ചെയ്തതെല്ലാം അതിനേക്കാളും കാടി പിടിച്ച് അവിടെ കിടക്കും. അപ്പൊ നമ്മൾ പണിയെടുത്തു, പക്ഷേ ആ പണിക്ക് എന്തെങ്കിലും ഫലമുണ്ടോ? ഇല്ല. അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ റിവിഷൻ ഇല്ല എങ്കിൽ ഇതേപോലെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മറന്ന് പുറകിലോട്ട് വരും. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയ മടിയാണ് റിവിഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ വിചാരിക്കും ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്ക് പഠിച്ചൂടെ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും മടിയാണ്. അയ്യോ, ഞാനൊന്നും പഠിച്ചു തീർന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ? ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു ടോപ്പിക്ക് പഠിച്ചൂടെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഈ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ ഒരു സൈനികനാണെന്ന് സങ്കല്പിച്ചോ. അപ്പോൾ നിങ്ങൾ ഒരു തോക്കിനെ കുറിച്ച് ഫുൾ തിയറി നിങ്ങളെ പഠിപ്പിച്ചു വിടുകയാണ്. നിങ്ങളെക്കാളും നന്നായിട്ട് അതിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റൊരാൾക്ക് പറ്റത്തില്ല, അത്രത്തോളം നിങ്ങൾ പഠിച്ചു. എന്നിട്ടൊരു യുദ്ധം വന്നപ്പോൾ നിങ്ങൾ ആ തോക്ക് തന്നിട്ട് അങ്ങോട്ട് നിങ്ങളെ വിടുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് എങ്ങനെ ചെയ്യണം, ഒന്നും അറിയത്തില്ല. ആദ്യത്തെ വീടിക്ക് തന്നെ നമ്മളങ്ങ് ചാവും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സോ ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമുക്കില്ല എങ്കിൽ, ഒരു പ്രോപ്പർ റിവിഷൻ നമുക്കില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടിലേക്ക് നമ്മൾ പോകത്തില്ല. ഓക്കെ, അപ്പോൾ എക്സാമിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ ഇനി വരണമെങ്കിൽ, ഇത്രയും നിയമനം നടക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇനി വരണമെങ്കിൽ ഒരിക്കലും വരത്തില്ല. അടുത്ത 2028 പുതിയ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നാലും ചിലപ്പോൾ ഇതിന്റെ ഒരു 60% മാത്രമേ നിയമനം നടക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും വലിയൊരു സാധ്യത കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്തോടാം. അതായത് ഇതിന്റെ ഒരു PDF നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അതായത് ഒന്ന് നമ്മുടെ മോക്ക് ടെസ്റ്റ് പെർഫോമൻസ് ലോഗാണ്. അപ്പൊ നമ്മൾ വരാൻ പോകുന്ന ഡിഗ്രി ബാച്ചിലും ഇപ്പോഴുള്ള ഡിഗ്രി ബാച്ചിലും നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു PDF ഫോർമാറ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് പെർഫോമൻസ് ലോഗാണ് അതിനകത്ത് ആദ്യം വരുന്നത്. നമ്മൾ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റ്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് 1 നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇന്ന് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് 24 24/2/2026 ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തു. 100 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തു. അതിനകത്ത് നമ്മുടെ സ്കോർ ചിലപ്പോൾ 50 ആണെന്ന് സങ്കല്പിച്ചു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത്രയൊക്കെ കിട്ടത്തുള്ളൂ, 50 മാർക്ക് കിട്ടി. അപ്പൊ നമ്മൾ അതിനകത്ത് എത്ര ശരി നമുക്കുണ്ട്, സോ നമ്മുടെ ആക്യുറസി എത്രയാണ്, ഇപ്പുറത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് മാർക്ക് പോകുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഹിസ്റ്ററി പാടാണ്, വേൾഡ് ഹിസ്റ്ററി എന്റെ വീക്ക് ഏരിയ ആണ്. അവിടെ നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻ വന്നപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇതിനെതിരായിട്ട് എന്ത് ആക്ഷനാണ് നമ്മൾ സ്വീകരിച്ചത്, നമ്മൾ ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് എന്ത് ആക്ഷൻ സ്വീകരിച്ചു, അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ മക്കളെ. ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു അച്ചടക്കമുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സക്സസ് ആവത്തുള്ളൂ.
അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സക്സസ് ആവത്തില്ല, നമ്മൾ എന്തോ ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും, അതൊരിക്കലും നമ്മളെ റിസൾട്ടിൽ എത്തിക്കത്തില്ല, പരിപൂർണതയിലേക്ക് എത്തിക്കത്തില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ കണ്ടീഷൻ കറക്റ്റ് മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞ് രാത്രി സന്തോഷത്തോടു കൂടി കിടക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഇങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റുന്നുണ്ടോ, ഓക്കെ, ഞാൻ ഇന്ന് ഭംഗിയായിട്ട് പഠിച്ചു, ഞാൻ എൻ്റെ പാർട്ടിന്ന് ഭംഗിയായിട്ട് തീർത്തു, റിവിഷൻ കൊടുത്തു, സന്തോഷം, അടിപൊളി സന്തോഷം, ഞാൻ ഇത്രയും ഇന്ന് ചെയ്തു. ആ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നുണ്ടോ? ആ ഗ്രാറ്റിറ്റ്യൂഡോട് നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ പ്ലാനിലല്ല, നിങ്ങളൊരു അച്ചടക്കത്തിലുള്ള ഒരു പ്ലാനിലല്ല നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ ചെയ്യുന്ന സാധനങ്ങളൊന്നും തന്നെ മുമ്പോട്ട് പോകുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു സ്വിങ്ങിങ് ചെയറിൽ നമ്മുടെ ഈ ആട്ട് കസേര ഉണ്ടല്ലോ, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ആട്ട് കസേര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു, കസേര ഒരടിയെങ്കിലും മുമ്പോട്ട് പോയോ? 1 സെന്റിമീറ്റർ എങ്കിലും കസേര മുമ്പോട്ട് പോയോ? കസേര മുമ്പോട്ട് പോകത്തില്ല, നമ്മൾ മുമ്പോട്ട് പോകത്തില്ല. പക്ഷെ നമ്മൾ എന്തൊക്കെയോ നമ്മൾ തിരക്കുകളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, എന്തൊക്കെയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊന്നും തന്നെ നമ്മൾ റിസൾട്ടിൽ എത്തിക്കത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ഷീറ്റ് ഫസ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തോ, 100 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തോ. ഇപ്പൊ തുടക്കക്കാരാണ് ഞാൻ പറയത്തില്ല, തുടക്കക്കാർ ചിലപ്പോൾ ആദ്യം മോക്ക് ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒരുവിധം കുറച്ചെങ്കിലും ടോപ്പിക്ക് തീർത്ത ആൾക്കാർ എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് എടുക്കണം. എന്തുകൊണ്ട് എടുക്കണം? ഇതിനകത്ത് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്സ് എത്ര മാർക്ക് ഇടാം? മാത്സ് 20 മാർക്ക് കിടപ്പുണ്ട്, ഇംഗ്ലീഷ് 20 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മലയാളം 10 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര മാർക്കായി? 50 മാർക്കായി. ഈ 50 മാർക്കിന് നമുക്ക് എല്ലാ ദിവസവും റിവിഷൻ കൊടുക്കേണ്ടി വരത്തില്ല, നിങ്ങൾ എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കുകയാണ്, ഇംഗ്ലീഷിൽ ടെൻസസിൽ നിന്ന് അല്ലെങ്കിൽ കോൺകോഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ കോൺകോഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഓട്ടോമാറ്റിക്കലി ആ ടോപ്പിക് ഇങ്ങനെ റിവിഷൻ ആയിക്കൊണ്ടിരിക്കും, ആ ടോപ്പിക് ഇങ്ങനെ റിവിഷൻ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് എക്സ്ട്രാ നമ്മൾ ഒരു സമയം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ആ മോക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മൊത്തം തീർക്കാൻ പറ്റും. അപ്പോൾ മലയാളമായാലും വൊക്കാബുലറി മൊത്തം തീർക്കാം. മാത്സ് ആണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ സെക്ഷൻസും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാം. എല്ലാ ടോപ്പിക്കുകളും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീക്ക് ഏരിയാസ് അറിയാൻ പറ്റും, നമ്മുടെ സ്ട്രോങ് ഏരിയാസ് അറിയാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും എക്സ്പീരിയൻസോടുകൂടി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ വൊക്കാബുലറി ഏരിയ മുഴുവൻ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും മസ്റ്റ് ആയിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് നിങ്ങൾ എടുത്തോ. രണ്ടാമതായിട്ട് GK ഏരിയാസിൽ നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും അറിയാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഇങ്ങനെയും കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു പഠിച്ച ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് മാർക്ക് കിട്ടുന്നില്ല, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നമ്മൾ പഠിച്ച നോട്ടിങ് എടുത്തിട്ട് ആ നോട്ട് മുമ്പിൽ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് നോട്ടൊന്ന് വായിക്കുക, എവിടെയാണ് ഈ സാധനം കിടക്കുന്നത്, ഓക്കെ ഇതാ ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ആ പോയിന്റ് നമ്മുടെ നോട്ടിൽ ഇല്ല എങ്കിൽ അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ നോട്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, കുറച്ചും കൂടെ നല്ല നോട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആ എറർ മാക്സിമം കുറച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മുടെ മനസ്സിനകത്ത് നോട്ട് റീകളക്ട് ചെയ്യാൻ പറ്റും. ആ പോയിന്റ്സ് എവിടെയാണെന്ന് നമ്മുടെ മനസ്സിനകത്ത് വീണ്ടും വരും. നമുക്ക് നമ്മുടെ ഫോൾട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു മോക്ക് ടെസ്റ്റിലൂടെ സാധ്യമാണ്. സോ മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും എടുത്തേക്കാം. അതുകൊണ്ടാണ് സൂപ്പർ നോട്ട്സ് നമ്മുടെ ബാച്ചുകളിലെല്ലാം തന്നെ ഒരു ഫ്രീ ടെസ്റ്റ്, അതായത് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ആപ്പിനകത്ത് 999 രൂപയുടെ ഒരു ടെസ്റ്റ് പാക്ക് കാണാൻ പറ്റത്തില്ല. ആ ടെസ്റ്റ് പാക്ക് നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ ആണ്. അവർ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അവർ പ്രാക്ടീസ് ചെയ്യണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ അടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലും, ഞാനിപ്പോൾ 26-ടെയാണ്, 26/2/2026 അടുത്ത ടെസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ മാർക്ക് ചിലപ്പോൾ 51 ആയിരിക്കും, അല്ലെങ്കിൽ പോട്ടെ ചിലപ്പോൾ 45 ആയിരിക്കും, 5 മാർക്ക് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് എൻ്റെ 5 മാർക്ക് കുറഞ്ഞു, എവിടെയാണ് എൻ്റെ 5 മാർക്ക് പോയത്, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അവിടെ നിങ്ങളുടെ ആക്യുറസി എത്രയാണ്, അത് കഴിഞ്ഞ് വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്. ചിലപ്പോൾ എനിക്ക് ഹിമാലയാസിൽ നിന്ന് എനിക്ക് മാർക്ക് കിട്ടിയില്ല, ആ ഹിമാലയാസ് മാർക്ക് ചെയ്യാം, ആ ഹിമാലയാസ് എന്ന ടോപ്പിക് എനിക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ആക്ച്വൽ പ്ലാൻ എടുത്തു, ഇങ്ങനെ ഒരു ഷീറ്റ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് റിവിഷനായിട്ട് ഓരോ വിഷയത്തിന്
മക്കളെ ഓരോ വിഷയത്തിനും നോക്കി ഫസ്റ്റ് ഞാനിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ 5 ടോപ്പിക്ക് ഡെമോ ഇട്ടെന്നേ ഉള്ളൂ. ചിലപ്പോൾ പ്രിയാമ്പിൾ ആയിരിക്കത്തില്ല, ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾ പഠിച്ച. അപ്പോൾ ആ ഷീറ്റിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഷീറ്റിനകത്ത് ഫസ്റ്റ് നിങ്ങൾ പഠിച്ച ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എഴുതാം. എന്നാണ് പഠിച്ചതെന്ന് ഡേറ്റ് ഇടുക. അത് കഴിഞ്ഞ് റിവിഷൻ 1 ആ ഡേറ്റ് നിങ്ങൾക്ക് ഇടാം. എന്ന് റിവിഷൻ ചെയ്തു അത് ടിക്ക് ഇടാം. റിവിഷൻ 2 നിങ്ങൾക്ക് അവിടെ ടിക്ക് ഇടാം. റിവിഷൻ 3 നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഇന്ന് പഠിച്ചു, നാളെ ഒരു റിവിഷൻ കൊടുക്കുന്നു, അടുത്ത ആഴ്ച ഒരു റിവിഷൻ കൊടുക്കുന്നു, 10 ദിവസം കഴിഞ്ഞ് ഒരു റിവിഷൻ കൊടുക്കുന്നു, 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് മറ്റൊരു റിവിഷൻ കൊടുക്കുന്നു. അങ്ങനെ എക്സാമിന് മുമ്പായിട്ട് ഒരു ടോപ്പിക്കിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 റിവിഷനെങ്കിലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്കുകൾക്കും നമുക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ മാത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കും, എല്ലാ സ്ഥലത്തും നമ്മൾ എത്തത്തില്ല. ഇത് ഒരു വിഷയമാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ റിവിഷനിലും നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് എഴുതാം. ഫസ്റ്റ് എൻ്റെ റിവിഷൻ എൻ്റെ കോൺഫിഡൻസ് ലോ ആയിരുന്നു, സെക്കൻഡ് ടൈം ഒക്കെ അത് മീഡിയം ആയി, തേർഡ് ടൈം ഹൈ ആയി. ഒരു 4-5 തവണയാകുമ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ ആ ടോപ്പിക് എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഷീറ്റ് കീപ്പ് ചെയ്യാം. അതേപോലെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ കേരള ഹിസ്റ്ററി ഒരു ഷീറ്റ് കീപ്പ് ചെയ്യാം, ഇന്ത്യൻ ഹിസ്റ്ററി മറ്റൊരു ഷീറ്റ് കീപ്പ് ചെയ്യാം, വേൾഡ് ഹിസ്റ്ററി മറ്റൊരു ഷീറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അങ്ങനെ ഓരോ പഠിക്കുന്ന ടോപ്പിക്കുകളും മാർക്ക് ചെയ്ത് പോയാൽ ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരിക്കും, പക്ക സന്തോഷമായിരിക്കും. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്കൊരു താങ്ക്സ് പറയും. ഓക്കെ, യു ആർ ഡൂയിങ് വെരി ഗുഡ്. അച്ചടക്കത്തോടു കൂടി കൃത്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ മനസ്സ് നമ്മളെ തിരിച്ച് ആ ഒരു താങ്ക്സ് പറയും. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ സ്ട്രാറ്റജിക്കലി കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ, ഒരു റിവിഷൻ, പ്രോപ്പർ റിവിഷൻ ഉണ്ടെങ്കിൽ, അതിനൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് വരും. ഞാനിപ്പോൾ എല്ലാ ടോപ്പിക്കൽക്കും ഇതേലൊരു ഷീറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് വരും, ഏതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഞാൻ ഇതിനു മുമ്പും ഈ ടോപ്പിക്കുകൾ മാത്രം വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കുക എവിടെ നിന്നാണ് ഇത്രയും ടോപ്പിക്കുകൾ കിട്ടിയത്. ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് കിട്ടിയത് 2021 മുതൽ 2025 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് പാറ്റേൺ മാറിയതിനു ശേഷമുള്ള 5 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ, 5 അല്ല 4 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ, അവിടെ 13 ഡിഗ്രി പ്രിലിംസ് എക്സാം ആണ് ഇതുവരെ കണ്ടക്ട് ചെയ്തത്. ഈ 13 ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. മാത്രമല്ല അതിനകത്ത് ഒരുപാട് ഫ്രീ നോട്ട്സും നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ ഈ പറയുന്ന ടോപ്പിക്കുകളുടെ ഒരു 25 ടോപ്പിക്കുകളുടെ നോട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മതി, അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം പ്രധാനപ്പെട്ട 50 ടോപ്പിക്കുകൾ. നമ്മൾ ആദ്യം പഠിക്കേണ്ട 50 ടോപ്പിക്കുകൾ ഞാൻ പറയാം. ഇത് 2021 മുതൽ 2025 വരെ നടന്ന 13 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് അതിനകത്ത് ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കാം അറൈവൽ ഓഫ് യൂറോപ്യന്മാരുടെ ആഗമനം, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ആ ടോപ്പിക്ക് പഠിക്കാം. ദെൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, അതായത് തിരുവിതാംകൂർ രാജവംശം എന്ന ടോപ്പിക്ക് പഠിക്കാം. ദെൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ദെൻ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, അതേപോലെ തന്നെ കേരളത്തിലെ നവോത്ഥാനം, ആ പ്രധാനപ്പെട്ട ടോപ്പിക്കും കൊണ്ടല്ല പഠിക്കാം. അത് കഴിഞ്ഞ് മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് സ്വദേശി മൂവ്മെന്റ്, ദെൻ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി. നെക്സ്റ്റ് വൺ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് മൊത്തം നോക്കുക, ഇന്ത്യയിലെ, നേരത്തെ പറഞ്ഞത് കേരളത്തിലെയാണ്, അടുത്ത ഇന്ത്യയിലെ മൊത്തം നോക്കുക. അതേപോലെ തന്നെ ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, പിന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി, നമ്മളിപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 10 മാർക്കാണ് ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. അതിനകത്ത് ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന വേൾഡ് ഹിസ്റ്ററി എന്ന ഈ ടോപ്പിക് ആയിരിക്കും. അതായത് ഇംഗ്ലണ്ടിലെ സ്വാതന്ത്ര്യ സമരം, ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, പിന്നെ വേൾഡ് വാറും UN-യും, പിന്നെ കഴിഞ്ഞ തവണ കോൾഡ് വാർ സമയത്തുള്ള ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു നോട്ട് ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ് റിവിഷൻ ഓടിച്ചു പോകുന്നു. അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മളെപ്പോഴും റിവിഷൻ നടത്തുമ്പോൾ ഒരു ടൈമർ ഇട്ട് മാത്രം റിവിഷൻ നടത്താം. കാര്യം നമ്മുടെ മനസ്സിനകത്തൊരു ടെൻഡൻസി ഉണ്ട്, നല്ല നീറ്റ് വിശാലമായിട്ട് വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിനകത്ത് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട്, തെറ്റാണ്. അതായത് പഠിക്കുന്ന സമയത്ത് കോൺസെപ്റ്റ് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾ ഒരു ടോപ്പിക്ക് 1.5 മണിക്കൂർ എടുത്തോ ഒരു പ്രശ്നമില്ല, 2 മണിക്കൂർ എടുത്തോ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്, സോ കോൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മുടെ മനസ്സിനകത്തൊരു ചിത്രമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് അത്രയും സമയം എടുക്കും. പക്ഷേ
റിവിഷൻ ആകുമ്പോൾ ഓടിച്ച് വായിച്ചു പോയാൽ മാത്രം മതിയാകും. അത് കൃത്യമായിട്ട് ഒരു ടൈമർ എടുക്കുക. ഒരു ടോപ്പിക്കിന് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അത്ര മാത്രമേ എടുക്കാവൂ. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് പതുക്കെ അഡാപ്റ്റ് ആയി വരും. അങ്ങനെ ഓടിച്ച് നിങ്ങൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ പഠിക്കാനുള്ള കൂടുതൽ സമയം റിവിഷനായിട്ട് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതാ സംഭവിക്കാൻ പോകുന്നത്. ഒരു ടൈമർ ഇട്ട് മാത്രമേ നിങ്ങൾ റിവിഷൻ കൊടുക്കാവൂ. നെക്സ്റ്റ് ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ സ്ട്രക്ചർ ഓഫ് എർത്ത്, അറ്റ്മോസ്ഫിയർ, പിന്നെ റോക്സ് എന്ന ടോപ്പിക്ക് പഠിക്കുക. പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് എന്ന ടോപ്പിക്ക് നോക്കുക. നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഇന്ത്യൻ റിവേഴ്സ്, പിന്നെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, കേരള റിവേഴ്സ്, അത്രയും ടോപ്പിക്ക് ജോഗ്രഫിയിൽ ഫസ്റ്റ് തീർക്കുക. പിന്നെ ഓഷ്യൻ കറക്ട്സും കൂടെ പഠിച്ചാൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകം, ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, പിന്നെ 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ് എന്ന ടോപ്പിക്ക് പഠിക്കുക. റിസർവ് ബാങ്ക് അതിന്റെ ഫംഗ്ഷൻസ്. ഈ റിസർവ് ബാങ്കിന്റെ പ്രത്യേകത, ഇതുവരെയുള്ള ഡിഗ്രി പ്രിലിംസിൽ ഏറ്റവും അധികം തവണ ക്വസ്റ്റ്യൻസ് വന്ന എക്കണോമിക്സിലെ ടോപ്പിക് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള റിസർവ് ബാങ്കിൽ നിന്നാണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. അത് ഭംഗിയായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ സിവിക്സിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ്, പിന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTA ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതായത് ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനകത്ത് ഏതൊക്കെ വരും? അതിനകത്ത് പ്രിയാമ്പിൾ വരും, അതിനകത്ത് ഓരോ കമ്മിറ്റികൾ വരും, ആ കമ്മിറ്റികളുടെ ചെയർമാൻ ആരായിരുന്നു, അതൊക്കെ മൊത്തം വരും. അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്ക് പഠിക്കുക. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്. ഭരണഘടനാ ഭേദഗതികൾ, സെലക്റ്റീവ് ആയിട്ടുള്ള ഭേദഗതികൾ മാത്രം പഠിച്ചാൽ മതി, അത് ഭംഗിയായിട്ട് പഠിക്കുക. പിന്നെ അടിയന്തരാവസ്ഥ എന്ന ടോപ്പിക്ക് നന്നായിട്ട് നോക്കുക. അത് കഴിഞ്ഞ പഞ്ചായത്തി രാജ്, പിന്നെ എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, 10 മാർക്കാണ്. 10 മാർക്ക്. ആ 10 മാർക്ക് അതിനകത്ത് ഒരു 7 മാർക്കെങ്കിലും സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കുക. എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, മലയാള സിനിമയുടെ 4 വഴികൾ, സാംസ്കാരിക നായകർ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, പിന്നെ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, പിന്നെ സാഫ് ഗെയിംസ്, ഹാർഡ്വെയർ, IT-ലേക്ക് വരുമ്പോൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, പിന്നെ ഇന്റർനെറ്റ്, അത്രയും ടോപ്പിക്ക് നോക്കാം. സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ് എന്ന ടോപ്പിക്കും കൂടെ പഠിക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എൻവയോൺമെന്റ് വരുന്ന 5, സയൻസ് ആൻഡ് ടെക്നോളജി വരുന്ന 5 മാർക്കാണ്. അതിനകത്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ISROയുടെ റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ്, അതിന്റെ ആക്ടിവിറ്റീസ്, അതിന്റെ ഫോർമേഷൻ മൊത്തം പഠിക്കാം. പിന്നെ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി, ആ ടോപ്പിക്ക് നോക്കാം. ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺ, ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് മൊത്തം നോക്കാം. ദെൻ പോളിസീസ്, പ്രോട്ടോകോൾസ് ആൻഡ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ്, വെസ്റ്റേൺ ഘട്ട് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇഷ്യൂസ്, ആ ടോപ്പിക്ക് നോക്കാം. പിന്നെ എൻവയോൺമെന്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, ആ ടോപ്പിക്ക് പഠിക്കാം. കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന ടോപ്പിക്കും കൂടെ നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്സ് മൊത്തം വരുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കുക, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ മൊത്തം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വേക്കൻസി കുറവാണ്. ഇപ്പൊ ഈ വർഷം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഒന്ന്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ. സോ ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോക്കുകയാണെങ്കിൽ ഒരു 200 അഡ്വൈസ് വരെയൊക്കെ ആയിരിക്കും മാക്സിമം പോകുന്നത്. അത്രയും പോകത്തില്ല, 180-200 ആ റേഞ്ചിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. മാക്സിമം ഒരു 100 അഡ്വൈസ് പ്രതീക്ഷിക്കാം. അതിനുശേഷം വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ ആണ്. ഈ സബ് ഇൻസ്പെക്ടർക്ക് ഒരു 75 അത്രത്തോളം നിയമനങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെ ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കാം, ഒരാൾക്ക് ജോലി കിട്ടാൻ ഒരു വേക്കൻസി പോരെ? ആ ഒരു വേക്കൻസി നമുക്ക് പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടാൻ, നമുക്ക് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ അത്രയും ബ്രില്യൻ്റ് ആണെങ്കിൽ, നമ്മൾ കിഡിലമാണ്, നമ്മൾ സൂപ്പറാണ്, എന്നെ പോലെ വേറൊരാളല്ല, അത്രയും ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യും, ആ കോൺഫിഡൻസ് ഉള്ളവർക്ക്, അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത് ഈസിയാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. എല്ലാവരും എങ്ങനെയാണ്? അവരുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്, അവർക്ക് ജോലിക്ക് പോവേണ്ട ആൾക്കാരുണ്ട്, ആ ബാക്കിയുള്ള സമയമാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും മികച്ച അവസരത്തെ അവർ നന്നായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ ഒരു അവസരം പിന്നെ കിട്ടത്തില്ല. ദൈവം എല്ലാവർക്കും രക്ഷപ്പെടാൻ ഓരോ ചാൻസ് കൊടുക്കും. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഇപ്പോൾ ഉള്ള ഡിഗ്രി പ്രിലിംസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനി ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു ചാൻസ് ആണ് ഇപ്പോഴത്തെ ഈ നോട്ടിഫിക്കേഷൻ. അത് മാക്സിമം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ ഓക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനായിട്ട് അത് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ 70 ദിവസം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, 70 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന്, പ്രിലിംസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻസിന്റെ സിലബസ് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരും മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ പ്രിലിംസ് ഫസ്റ്റ് നമുക്ക് ആദ്യ സ്ട്രാറ്റജിയെ ഇങ്ങനെ നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ വരുന്ന മാർച്ച് 2-ന്
നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിനകത്ത് GK ഏരിയാസ് ആവശ്യമുള്ള ടോപ്പിക്കുകൾ മാത്രമേ കാണത്തുള്ളൂ. അതായത് എല്ലാം കൂടെ വാരി ഇട്ടുകൊണ്ടുള്ള ഒരു ആയിരിക്കത്തില്ല. അപ്പോൾ GK സെലക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ മാത്രം, അത് പക്ഷേ ഭംഗിയായിട്ട് കാണും. ഓക്കെ, സോ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്സ് മാത്രം GK ഏരിയാസിൽ കാണും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഫുൾ ടോപ്പിക് അതിനകത്ത് കാണും. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഫുൾ അതിനകത്ത് കാണും. കാര്യം അതിൽ നിന്നൊന്നും ഒഴിവാക്കാനില്ല. അങ്ങനെ ഒരു 70 ദിവസം കൊണ്ട് ഒരു പക്കായിട്ടുള്ള പ്ലാനിൽ നമ്മൾ ഈ മാർച്ച് 2 നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ക്രാഷ് ബാച്ചാണ്. അപ്പോൾ ഒരു 70 ദിവസം മാറ്റി വെച്ചു. നിങ്ങൾ ഇനി അങ്ങോട്ട് ഒരുപാട് കാത്തിരിക്കുന്നു വേണ്ട, കാര്യം കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വരുന്ന മാർച്ച് 2 ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കണ്ട. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. എന്നിട്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ അവിടെ ബുക്ക് ചെയ്തോ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം, അത് ഫില്ല് ചെയ്താലും മതി. നന്നായിട്ട് പഠിച്ചോ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം, എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം, ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ട പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ, അത് അവസരങ്ങളാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഒരു 10 വർഷം എനിക്ക് ലൈഫ് പുറകിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് ഇന്ന സ്ഥലത്ത് വെച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്യാമായിരുന്നു. അതേപോലെ ഒരു ചാൻസാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. അത് നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. എന്നിട്ട് ഉറച്ചൊരു തീരുമാനം എടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാനായിട്ട് ഒരാൾക്കും പറ്റത്തില്ല. ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം. പഠിച്ചു തുടങ്ങിക്കാം, സെറ്റാവും, എല്ലാം സെറ്റാവും. സോ മാർച്ച് 2 ക്ലാസ്സിൽ കാണാം.